Hello everyone, welcome to the eye-opener video of Dhanam Smart Savings and Investment Solutions. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ IT മേഖലയെ 2025-26 ബഡ്ജറ്റ് എങ്ങനെ സ്വാധീനിക്കുമെന്നും അവയുടെ പുത്തൻ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. 2025 ബഡ്ജറ്റ് IT സെക്ടർ. 2025-26 യൂണിയൻ ബഡ്ജറ്റ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ്. IT സെക്ടറുകളിൽ AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അപ്സ്കില്ലിംഗ് സംരംഭങ്ങൾ നടപടികൾ സ്വീകരിക്കാൻ ഈ ബഡ്ജറ്റിൽ കൂടുതൽ സാധ്യതയുണ്ട്. ആഗോള ഔട്ട്സോഴ്സിംഗ്, ഡേറ്റ ലോക്കലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട നയങ്ങളിൽ നിക്ഷേപകർ വ്യക്തത തേടുന്നു. ഇത് IT ഭീമന്മാരുടെ ഇൻകം സ്ട്രീമുകളെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനുള്ള നികുതി ഇളവുകൾ, IT കയറ്റുമതിക്കുള്ള സപ്പോർട്ട്, കൂടാതെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവ സർക്കാർ പ്രഖ്യാപിച്ചാൽ ഇൻഫോസിസ്, HCL ടെക്നോളജീസ് തുടങ്ങിയ കമ്പനികൾക്ക് അവ വലിയ പ്രചോദനമാകും. വ്യത്യസ്ത മേഖലാ സൂചികകൾ വിൽപ്പന സമ്മർദ്ദം നേരിടുമ്പോൾ നിഫ്റ്റി IT സൂചിക പോസിറ്റീവ് മേഖലയിൽ തന്നെ തുടർന്നു. ടാറ്റ കൺസൾട്ടൻസി സർവീസ്, അതായത് TCS, റിപ്പോർട്ട് ചെയ്ത ശക്തമായ Q3 വരുമാനങ്ങൾ കാരണം ഏകദേശം 4% വരെ ഉയർന്നു. TCS ഓഹരി വില 4% ഉയർന്നതോടെ ടെക് മഹീന്ദ്ര, വിപ്രോ, ഇൻഫോസിസ്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് തുടങ്ങിയ എല്ലാ എലമെൻസും 1% മുതൽ 4% വരെ നേട്ടമുണ്ടാക്കി. അക്സഞ്ചറിൻ്റെ മികച്ച വരുമാന റിപ്പോർട്ട് ഉൾപ്പെടെയാണിത്. IT സെക്ടറുകളിൽ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ആത്മവിശ്വാസമുണ്ടായി. ഇത് IT ഇൻഡെക്സിലെ ഉയർന്ന പെർഫോമൻസിന് കാരണമായപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ സെല്ലിംഗ് പ്രഷർ ഈ മേഖലയിൽ കുറഞ്ഞും കൂടിയും വരുന്നു. ഇത് നിഫ്റ്റി ITയുടെ ഒരു ചാർട്ടാണ്. ബഡ്ജറ്റിൽ നേട്ടമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 2 IT സ്റ്റോക്കുകളുടെ വിശദാംശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ആദ്യമായി ഇൻഫോസിസ് ലിമിറ്റഡ്. 1981 ഡോക്ടർ NR നാരായണമൂർത്തിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലെ കമ്പനിയും ഇന്ത്യയിലെ 2ാമത്തെ വലിയ IT കമ്പനിയുമാണ് ഇൻഫോസിസ് ലിമിറ്റഡ്. മുൻപിത് ഇൻഫോസിസ് ടെക്നോളജീസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് ഓഫീസ് കൂടാതെ ഇന്ത്യയിലെ തന്നെ 9 സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സെൻറ്ററും 20 വിദേശ രാജ്യങ്ങളിലായി 30ഓളം മറ്റ് ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ടെക്നിക്കൽ പെർഫോമൻസ്: 1 day 3%, up 1 week 1%, 1 month 2.8%, 6 months 19.3%, 1 year 29.3%. ഷെയർ ഹോൾഡിംഗ്: പ്രൊമോട്ടർ 14.43%, FII 33.28%, DII 38.11%, പബ്ലിക് 13.91%. ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ് 26,248, ഏർണിംഗ് പെർ ഷെയർ 63.39. ഫിനാൻഷ്യൽ റേഷ്യോസ് 29.77. നിഫ്റ്റി IT സൂചിക 44,000 മാർക്കിന് ചുറ്റുമായി നീങ്ങുകയും ടെക്നിക്കൽ ചാർട്ടുകളിൽ ബുള്ളിഷ് ഔട്ട്ലുക്ക് കാണിക്കുകയും ചെയ്യുന്നു. 43,100 ലെവലിൽ ഒരു മികച്ച സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ട് നിലനിൽക്കുന്നിടത്തോളം ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ഇവിടെ ഉചിതമാണെന്ന് പറയാൻ പറ്റും. കുറഞ്ഞ കാലത്തേക്ക് സൂചിക 45,500 എത്താൻ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് ഒരു വളരെ നല്ല ഒരു അവസരമായി ഇൻഫോസിസ്, TCS, വിപ്രോ, HCL ടെക്നോളജി തുടങ്ങിയ പ്രധാന IT കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് പറയാൻ കഴിഞ്ഞേക്കാം. മൂവിംഗ് ആവറേജസ് നോക്കുമ്പോൾ റീസെൻ്റ്ലി 5 ദിവസത്തെ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ ബെയറിഷ് സിഗ്നലുകൾ ഉണ്ടായി. ഇത് ഉടനെയുള്ള പ്രൈസ് ഫാൾ സാധ്യതയെ സൂചിപ്പിക്കുന്നു. എന്നാൽ നിഫ്റ്റി IT സൂചികയുടെ ബുള്ളിഷ് നിലനിൽക്കുന്നതിനാൽ യൂഷ്വലി ഈ വിപണിയിൽ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി വളരെ അനുയോജ്യമാണ്. ഇതൊരു മൂവിംഗ് ആവറേജിൻ്റെ ചാർട്ടാണ്. ഗ്ലോബൽ ഇൻഫ്ലേഷനും US സാമ്പത്തിക നയങ്ങളും ഇന്ത്യൻ IT കമ്പനികളുടെ വളർച്ചയെ വളരെയേറെ സ്വാധീനിക്കുന്നു. ഇൻഫോസിസ് സ്ഥിരതയാർന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നുമുണ്ട്. IT മേഖലയിൽ ഇൻഫോസിസ് ഓഹരിയുടെ സ്ഥാനവും മാറ്റങ്ങളും ഇൻഫോസിസ് മാത്രമല്ല IT മേഖലയിലെ ആഗോള നയങ്ങളും അനുകൂല പ്രവണതകൾക്കും വിപണിയിൽ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾക്കും സാധ്യതയുണ്ടാക്കുന്നു. US ജനപ്രിയ നയങ്ങളും ജനറേറ്റീവ് AI സംവിധാനങ്ങൾ വർദ്ധിക്കുന്നതും ഡീൽ ഫ്ലോയ്ക്ക് വഴിവെച്ചേക്കാം. നിഫ്റ്റി IT സൂചിക 43,100 ലെവലിൽ സപ്പോർട്ട് കണ്ടെത്തുമ്പോൾ ഇൻഫോസിസ് പോർട്ട്ഫോളിയോയിലേക്ക് ചേർക്കാൻ അനുയോജ്യമായ ഓഹരികളിൽ മികച്ച ഒരു സ്റ്റോക്ക് പിക്കിംഗ് തന്നെയായിരിക്കും. നിഫ്റ്റി IT മേഖലയ്ക്കൊപ്പം ഉയർച്ച കൈവരിക്കാൻ ഇൻഫോസിസും ഒരുങ്ങുകയാണ്. ഹ്രസ്വകാല ബെയറിഷ് സിഗ്നലുകൾ ജാഗ്രത പാലിക്കുമ്പോൾ സ്റ്റോക്ക് ശക്തമായ ബിസിനസ് മോഡലിൻ്റെയും വർദ്ധിച്ചു വരുന്ന AI അഡോപ്ഷൻ്റെയും പിന്തുണയോടെ ലോങ് ടൈമിലേക്ക് സാധ്യതകൾ നിലനിർത്തുന്നു.
സപ്പോർട്ട് ലെവലുകൾക്കടുത്ത് ബൈയിങ് നടത്തുകയും ഗ്ലോബൽ ആൻഡ് ഡൊമസ്റ്റിക് സൂചനകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അച്ചടക്കത്തോടെയുള്ള സമീപനം സ്വീകരിക്കാൻ നിക്ഷേപകർ നിർദ്ദേശിക്കുന്നു. ടെക്നിക്കൽ അനാലിസിസ് നോക്കാം. ടെക്നിക്കൽ അനാലിസിസിൽ മൂവിംഗ് ആവറേജസ് ചാർട്ട് 50, മൂവിംഗ് ആവറേജ് 100, മൂവിംഗ് ആവറേജ് 200 ഇവയൊക്കെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രഡിക്ഷൻ നോക്കാം. രണ്ടാമതായി HCL ടെക്നോളജീസ്. ഉത്തർപ്രദേശിലെ നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ഇൻഫർമേഷൻ ടെക്നോളജി കൺസൾട്ടിംഗ് കമ്പനിയാണ് HCL ടെക്നോളജീസ് ലിമിറ്റഡ്. 1991 ശിവ് നാടാർ സ്ഥാപിച്ച HCL സോഫ്റ്റ്വെയർ സേവന ബിസിനസ്സിലേക്ക് പ്രവേശിച്ചതോടെയാണ് കമ്പനി രൂപീകരിച്ചത്. സോഫ്റ്റ്വെയർ നേതൃത്വത്തിലുള്ള IT സൊല്യൂഷനുകൾ, റിമോട്ട് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ്, എഞ്ചിനീയറിംഗ്, R&D സേവനങ്ങൾ, BPO എന്നിവയുൾപ്പെടെയുള്ള സേവനങ്ങളുടെ ഇൻ്റഗ്രേറ്റഡ് പോർട്ട്ഫോളിയോ HCL ടെക്നോളജീസ് വാഗ്ദാനം ചെയ്യുന്നു. കമ്പനി അതിൻ്റെ എക്സ്റ്റൻസീവ് ഗ്ലോബൽ ഓഫ്ഷോർ ഇൻഫ്രാസ്ട്രക്ചറും 46 രാജ്യങ്ങളിലെ ഓഫീസുകളുടെ ശൃംഖലയും പ്രധാന വ്യവസായ വേർട്ടിക്കലുകളിൽ മൾട്ടി സർവീസ് ഡെലിവറി നൽകുന്നതിന് പ്രയോജനപ്പെടുത്തുന്നു. ടെക്നിക്കൽ പെർഫോമൻസ് 1 day, 1 week, 1 month, 6 months ആൻഡ് 1 year ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 6 months 29.8%, 1 year 36.1%. ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടർ 60.81%, FII 18.67%, DII 15.8%, പബ്ലിക് 4.53%. ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ് 15,710, ഏണിംഗ് പെർ ഷെയർ 57.99, ഫിനാൻഷ്യൽ റേഷ്യോസ് 23. HCL ടെക്നോളജീസിൻ്റെ ഓഹരി വളരെ നല്ല പെർഫോമൻസ് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. HCL ടെക്നോളജീസിൻ്റെ 52 വീക്ക് ഹൈ 1996, 52 വീക്ക് ലോ 1235. HCL ടെക്നോളജീസ് ഇപ്പോൾ ഒരു ബുള്ളിഷ് ഘട്ടത്തിലാണെന്ന് നമുക്ക് ടെക്നിക്കൽ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. HCL ടെക്നോളജീസ് അവരുടെ പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജിന് മുകളിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. അതേസമയം RSI ഏതാണ്ട് 75.6 നിൽക്കുന്നത്. സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റർ 79.84, MACD 23.84, അതും ഒരു പോസിറ്റീവ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. HCL ടെക്നോളജീസിൻ്റെ ഭാവി സാധ്യതകൾ HCL ഉൾപ്പെടെയുള്ള ബ്രോക്കർ സ്ഥാപനങ്ങൾ സ്ട്രോങ് ബൈയിങ് ശുപാർശകൾ നൽകുന്നുണ്ട്. കമ്പനി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശക്തമായ ഡിമാൻഡ് പ്രയോജനപ്പെടുത്താൻ സജ്ജവുമാണ്. HCL ടെക്നോളജീസിൻ്റെ ഓഹരി ടാർഗറ്റ് വില 2000 മുതൽ 2128 വരെയാണ്. IT രംഗത്തെ ശക്തമായ പ്രകടനവും ട്രംപ് ഭരണകാലത്തെ ഉൽപ്പാദനവും വിപണിയെ അനുകൂലമാക്കുന്ന സാഹചര്യവും കൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി HCL ടെക്നോളജീസ് നല്ലൊരു വളർച്ചാ പാതയിലാണുള്ളത്. HCL ടെക്നോളജീസിൻ്റെ ഓഹരി ടെക്നിക്കലി വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ വിപണിയുടെ വളർച്ചാ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയും ട്രംപിൻ്റെ ഭരണത്തിൽ IT മേഖലയ്ക്കുള്ള അനുകൂല നയങ്ങൾ HCL വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. Q2 ഫലങ്ങളിൽ 10.5% വളർച്ചയും EBITDA മാർജിൻ 18.6% എത്തുകയും ചെയ്തിട്ടുള്ള HCL ടെക്നോളജീസ് ഭാവി വളർച്ചയ്ക്കായി മികച്ച ഒരു നിലയിലാണ്. ടെക്നിക്കൽ അനാലിസിസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജസ് 50, 100, 200 മൂവിംഗ് ആവറേജസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പ്രഡിക്ഷൻ: ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സൊല്യൂഷൻസിൻ്റെ പ്രഡിക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2025 ബഡ്ജറ്റ് അടുത്തു വരുമ്പോൾ ഇൻഫോസിസ്, HCL ടെക്നോളജീസ് തുടങ്ങിയ IT ഭീമന്മാരുടെ പ്രകടനത്തെ പ്രധാന നയ തീരുമാനങ്ങൾ സ്വാധീനിച്ചേക്കാം. പ്രത്യേകിച്ച് ഗവൺമെൻറ് IT ചെലവുകൾ, റെഗുലേറ്ററി മാറ്റങ്ങൾ, നികുതി ഇളവുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലെ വർദ്ധിച്ച ചെലവ് പോലെയുള്ള പോസിറ്റീവ് നടപടികൾ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്നതിലൂടെയും പുതിയ ബിസിനസ് അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഈ കമ്പനികൾക്ക് ഗുണം ചെയ്യും. ഒരുപക്ഷെ പ്രതികൂലമായ നികുതി ക്രമീകരണങ്ങളോ നിയന്ത്രണ ഭാരങ്ങളോ മാർജിനുകളെ സാരമായി ബാധിക്കുകയും ചെയ്തേക്കാം. കൂടാതെ AI, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിൽ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മൊത്തത്തിൽ ഈ ബഡ്ജറ്റ് ഈ മേഖലയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിക്ഷേപകരുടെ മൊത്തത്തിലുള്ള ഒരു വികാരം. അതുകൊണ്ട് തന്നെ IT മേഖലയിലേക്കുള്ള അറിവോടെയുള്ള നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നത് ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ കണ്ടതിൽ സന്തോഷം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ കമൻറ്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.